കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ചടങ്ങ് നടക്കട്ടെ, ബാക്കിയെല്ലാം സാവകാശത്തിലാവാം. വന്നാട്ടെ സാർ. അതുപോലെ ഈ കാദംബരിയെ പറ്റി തന്റെ ഭാര്യയോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മ ഇവിടെ മോള് മറ്റേ അത് ഞാൻ പറഞ്ഞിട്ടില്ല. സാർ വന്നാട്ടെ. സൗദാമിനി, ഇതാരൊക്കെയാ വന്നേന്ന് നോക്കിക്കേ. ഞങ്ങള് കാത്തിരിക്കുകയായിരുന്നു. ബാഹുലേന്റെ വൈഫാ സൗദാമിനി. ഇത്രയും നല്ല ചായ ഉണ്ടാക്കുന്ന മറ്റാരും ഈ ഭൂലോകത്തില്ല. ചായ മാത്രമല്ല കേട്ടോ, എല്ലാം ഉണ്ടാക്കും സൗദാമിനി. ഇതേ ചന്ദ്രദാസ് സാറിന്റെ അപ്പന്റെ അല്ലല്ല അമ്മായിയുടെ സോറി അമ്മാവിയുടെ മകള് കാദംബരി. പക്ഷെ ഞാൻ എവിടെ കണ്ടിട്ടുള്ളത് പോലെ. അതിനുള്ള സാധ്യത തീരെയില്ല. ഈ ചടങ്ങിന് വേണ്ടി ഞാൻ ക്ഷണിച്ചു വരുത്തിയതാണ്. എന്നാ ഇരുന്നാട്ടെ. കാദംബരി ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കണ്ട. സർക്കാരിൽ ഉയർന്ന ജോലിയും ഒരുപാട് തിരക്കുള്ള ആളാണ്. ബ്ലോക്ക് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ. അതായത് ഒരു ബ്ലോക്കിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കാനുള്ള പ്രാപ്തിയുണ്ട് കാദംബരി. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാവോ? ഒരു മുൻപരിചയം കാണും. എന്ന് വെച്ചാല് ഔദ്യോഗികമായിട്ട് കണ്ടിട്ടുണ്ട്. ചന്ദ്രേട്ടന് ഇനി കല്യാണമേ വേണ്ടെന്ന് നിർബന്ധമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം ഒരുപാട് പറഞ്ഞിട്ടാ ഈ ബന്ധത്തിന് സമ്മതം മൂളിയത്. സർപ്പക്കാവും വെച്ചുപൂജയൊക്കെയുള്ള തറവാടാ. അത് അന്യം നിന്ന് പോവാൻ പാടില്ലല്ലോ. എന്റെ തറവാട്ടിലുണ്ട് സർപ്പക്കാവ്. പാമ്പായി നടക്കുന്ന ഒരു അമ്മാവനുണ്ടെന്നല്ലാതെ വേറെ ഏത് സർപ്പക്കാവ്? കാദംബരി പറഞ്ഞത് സത്യമാ. ദാമ്പത്യ ജീവിതത്തിലൊന്നും ഒരർത്ഥമില്ലെന്ന് തോന്നിയിട്ട് ഒരുതരം മടുപ്പായിരുന്നു. ജോലി രാജിവെച്ചിട്ട് സന്യാസിയാകാൻ പോയാലോ എന്ന് വരെ ഞാൻ വിചാരിച്ച. പിന്നെ വീട്ടുകാരെല്ലാം നിരന്തരം നിർബന്ധിച്ചപ്പോ പോട്ടേന്ന് കരുതി. എന്തായാലും നന്നായി. സൗദാമണിക്കറിയാലോ, ഡീസൻസി വിട്ടൊരു കാര്യത്തിന് ഞാനില്ല, അത് ഗ്യാരണ്ടി. എനിക്കറിയാലോ. എന്നാ പിന്നെ താമസിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. മോളെ വിളിക്ക് സൗദാമിനി. പിന്നെ ഗംഗയോട് എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം. അതിനുള്ള വകുപ്പ് താൻ ഉണ്ടാക്കി തരണം. അതിലൊരു അപാകതയുണ്ട്. എന്തപാകത? ഗംഗയുടെ സ്വഭാവം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഒരുത്തനെ പ്രേമിച്ചതിന്റെ പ്രശ്നങ്ങൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതിന്റെ ഹാങ് ഓവർ മാറാതെ നമ്മൾ കൂടുതൽ ഇടപെട്ടാലേ അത് പ്രശ്നമാവും സാറേ. എന്ന് വെച്ച് ഞാൻ ഗംഗയോട് സംസാരിക്കണമെന്നാണോ? അതിന് ഇനിയും സമയം കിടക്കുകയല്ലേ. ജീവിതകാലം മുഴുവനും നമുക്ക് സല്ലപിക്കരുതോ? എനിക്കിപ്പം മിണ്ടണം. ഒന്ന് തഞ്ചപ്പെട് സാറേ. ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. ഒന്ന് പറഞ്ഞു കൊടുക്ക കാദംബരി. സാറ് പറഞ്ഞതാ ശരി. ചന്ദ്രേട്ടന് ഇന്ന് ഗംഗയായിട്ട് സംസാരിക്കണോ അതോ പേഴ്സണലായിട്ട് ഇന്ന് സംസാരിക്കണോ? അതെ. ചെസ് കളിച്ചിട്ടില്ലേ? സൂക്ഷിച്ച് കരികൾ നീക്കിയില്ലെങ്കിൽ അടിയറവ് പറയേണ്ടി വരും. കറക്റ്റ്. അടിവയറ്. സോറി അടിയറവ് പറയിക്കണം ഗംഗയെ കൊണ്ട്. അതാണ് നമ്മുടെ ടാർഗറ്റ്. എന്ന് വെച്ചാൽ സാറിന്റെ ടാർഗറ്റ്. എന്നാലും പെണ്ണ് കാണലിന്റെ ഭാഗമല്ലേ ചെറുക്കനും പെണ്ണും തമ്മിലൊരു കൊച്ചു വർത്താനം. അയ്യോ, ഇതങ്ങനെ സാധാരണ പെണ്ണ് കാണലല്ലോ സാറേ.
ഗംഗ പോലും അറിയാതെ ഗംഗ സാറിന്റെ ഭാര്യയാകാനുള്ള പദ്ധതിയാ നമ്മൾ ഇണക്കിക്കൊണ്ട് വരുന്നത്. അപ്പോ സംസാരിക്കണ്ടെന്നാണോ? അങ്ങനൊരു പ്ലാൻ വെക്കണ്ട. പിന്നെ സാഹചര്യം ഉള്ളപ്പം ആകാം. ഏത്? അതെ, ഒന്നിങ്ങോട്ട് വന്നേ. ഓ, എനിക്കുള്ള കാളോ ഇപ്പൊ വരാനേ. എന്താ സൗദാമിനി, എന്തിനാ വിളിച്ചേ? സത്യത്തിൽ ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്താ കുന്തം. ആ ചന്ദ്രദാസന് തലയ്ക്ക് സുഖമില്ല. ഫാൻസി ഡ്രസ്സും കെട്ടി എഴുന്നള്ളിയിരിക്കുന്നു. ആ വേഷവും സംസാരവും ആ മരമോന്തയിലെ ശൃംഗാരവും കണ്ട ഏതൊരു മന്ദബുദ്ധിക്ക് കാര്യം പിടികിട്ടും. ഡ്രസ് എടുത്തോണ്ട് വന്നപ്പോഴേ ഞാനിതൊക്കെ പറഞ്ഞതാ സൗദാമിനി. തലേ കയറണ്ടേ? കൂടുതൽ പറഞ്ഞ അയാൾക്ക് ദേഷ്യം. പിണക്കാൻ പറ്റുമോ? അതല്ലേ ഗതികേട്. എങ്ങനെയും കാര്യം നടത്തേണ്ടത് നമ്മുടെ ആവശ്യമാ. ഇങ്ങനെ പോയാൽ ഒരു കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുമാർക്ക് ഒരു സംശയത്തിനും ഇട കൊടുക്കാതെയാ ഇവിടെ വരെ എത്തിച്ചത്. ഗംഗയെ വഴക്ക് പറഞ്ഞ് ഡ്രസ്സും ഇടിയിപ്പിച്ചിട്ട് ഗസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. ഇയാളെ കാണുമ്പോഴേ മനസ്സിലാവത്തില്ലേ എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അതോടെ സകലത് അവതാളത്തിലാവും. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് പറ. മര്യാദക്കുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വരണമെന്നും പറഞ്ഞ് ചന്ദ്രദാസിന് ഇനി തിരിച്ചയക്കാൻ പറ്റുമോ? പെണ്ണ് കാണുന്നത് നടത്താതിരിക്കാൻ പറ്റുമോ? വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കാം. അയാൾക്ക് അവിടെ മുട്ടിയിരിക്കുക സൗദാമിനി. ഗംഗടുത്തേക്ക് ചെല്ല്. ചെന്നിട്ട് ചെല്ലെന്റെ പൊന്ന് സൗദാമിനി. ചന്ദ്രദാസെ ആ അടുക്കളയിലോട്ട് ഇടിച്ചു കയറുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഗീതേച്ചിക്ക് മനസ്സിലായോ ആരാ വന്നേന്ന്? അത് CA ചന്ദ്രദാസാ. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനുമായിട്ട് എന്തൊക്കെ ഇടപാടുണ്ടെന്ന് തോന്നുന്നു. കൂടെ ഉള്ളത് ഭാര്യയായിരിക്കും അല്ലേ? അയാൾക്ക് ഇങ്ങനെ ഒരു ഭാര്യയെ എങ്ങനെ കിട്ടിയോ എന്തോ. അയാൾക്ക് ഇഷ്ടം പോലെ പണം കാണും. ആ സ്ത്രീ പാവപ്പെട്ട വീട്ടിലായിരിക്കും. ചിലപ്പോ പ്രേമിച്ച് കെട്ടിയതായിരിക്കും. അവരയാളെ പ്രേമിക്കാനോ? എങ്കിൽ ആ ചേച്ചിക്ക് കണ്ണിന് എന്തെങ്കിലും അസുഖം കാണും. പ്രേമത്തിന് കണ്ണില്ലെന്നാ പറയ. ഇതുവരെ ഒന്നും ആയില്ലേ? ചായ ഇട്ടമ്മേ. ആ, എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. അമ്മ എടുത്തു കൊടുത്താ മതി. ഞാൻ കൊണ്ടുപോകാനോ? അത് നീയാണോ തീരുമാനിക്കുന്നേ? ആ, വാ ഗംഗേ. നീ ഇത് എങ്ങോട്ട് പോവുക? ഞാൻ കൊണ്ട് കൊടുത്തോളാം. നടക്ക്. ഗംഗ വരാൻ എന്താടോ ലേറ്റ് ആവുന്നത്? ഉടക്കോ മറ്റോ ആണോ? ഇപ്പൊ വരും. സാറൊന്ന് ക്ഷമിക്ക്. ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെ? ഒരു മിനിറ്റ് കൂടി ഞാൻ നോക്കും. ഇങ്ങോട്ട് പെണ്ണ് വന്നില്ലേ ഞാൻ അങ്ങോട്ട് പോകും. പറഞ്ഞേക്കാം. എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഒടുക്കത്തെ ഒരു ആവശ്യം. കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തുകൂടായിരുന്നു? അതിന് സമയമുണ്ടല്ലോ. സാറിന് വാങ്ങിച്ചങ്ങ് ചൂടിക്കരുതോ? ഈ കാമദേവൻ ഇന്നെല്ലാം കുളവാക്കുന്ന തോന്നുന്നേ. ചായയാണോ കാപ്പിയാണോ? ചായ. എന്താ പേര്? ഗംഗ. ബ്യൂട്ടിഫുൾ.
കൊടുക്ക്. ഗസ്റ്റിന് നമ്മളല്ലേ എടുത്തു കൊടുക്കണ്ടേ? എന്തോ ഇതെന്തോന്ന് പെണ്ണ് കാണലോടോ? അവളെന്റെ മുഖത്തേക്കൊന്ന് നോക്കിയത് പോലല്ലോ. അല്ല, അത് പെണ്ണ് കാണലെന്ന് വെച്ചാല് പെണ്ണ് അറിയാതുള്ളൊരു പെണ്ണ് കാണലാണല്ലോ. അതെ. ഇക്കണക്കിനും ഗംഗ അറിയാതെ അവളെ കരുതി താലി കെട്ടണമെന്ന് പറയോ? 2 ദിവസത്തിനകം വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ളതാ. സാർ നിരാശപ്പെടാതിരുന്നാട്ടെ, എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും. എന്ത് നടക്കുന്ന? വെറുതെ ഒരുങ്ങി ഇറങ്ങി 10,000 രൂപ വിലയുള്ള മുണ്ടായത്. ഈ ജുബയാണെങ്കിൽ 7,000. അല്ല, അതിനെന്താ? കല്യാണം കഴിഞ്ഞ് ഇതേ ഡ്രസ് ഇട്ടുകൊണ്ട് ഗംഗയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാലോ. സാറിന് ഈ വേഷം നല്ല ചേർച്ചെന്നാ സൗദാമിനി പറഞ്ഞത്. ആണോ ആണോ സൗദാമിനി? അതെ. ചായ എടുത്ത് കുടിക്കേ. ഓ, ചായ എനിക്കും വേണം. അങ്ങനെ പറയല്ലേ സാറേ, ഇത് ഗംഗ കൊണ്ടുവച്ച ചായയല്ലേ, അവള് തന്നെ ഇട്ടത്. അത് കുടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? കുടിക്കല്ലേ? ചൂടല്ലേ? എന്തായിരുന്നു ഗംഗയെ വിശേഷം? ആർക്കറിയാം. ഞാൻ ആരുടെ മുഖത്ത് നോക്കാനൊന്നും പോയില്ല. ഏതോ വൃത്തികെട്ട സ്പ്രേയുടെ എന്തൊക്കെയോ ഒരു മണം. ആന്റിക്കും അങ്കിളിനും ഗുണമുള്ള എന്തോ കേസാ. എന്തൊരു മര്യാദയും സൗമ്യതയാണെന്ന് അറിയോ രണ്ടുപേർക്കും. അപ്പോ മനുഷ്യരോട് പെരുമാറാനൊക്കെ അറിയാം. കാര്യമായ എന്തോ പരിപാടിയുണ്ട്. നിന്നെ അവിടെ അവതരിപ്പിച്ചത് എന്തിനാണെന്നാ എനിക്ക് പിടികിട്ടാത്തത്. എന്ത് പരിപാടി ഇട്ടാലും അമ്മയെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചാ ഞാൻ ആലോചിക്കുന്നു. എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി നോക്കണം. പക്ഷെ സമ്മതിക്കണ്ടേ? നമ്മൾ പെർമിഷൻ നോക്കിയിരിക്കുന്നതാ കുഴപ്പം. ഒന്നോർത്താ ഞാനെന്തിന് ഇവരുടെ അനുവാദത്തിന് കാത്തു നിൽക്കണം? അമ്മയ്ക്കും എനിക്കും ഇവിടെ ഉള്ളവരുമായിട്ട് എന്താ ബന്ധം? അമ്മയും കൊണ്ട് മുല്ലമുറ്റത്തേക്ക് പോവുകയാണെന്ന് സ്ട്രോങ് ആയിട്ട് ഞാൻ പറയും. എങ്ങനെ ഞങ്ങൾ അവിടെ കഴിയുമെന്നാണല്ലോ ചോദ്യം. അതെന്തിനും മറ്റുള്ളവരറിയണം. ഞങ്ങൾ എങ്ങനെയും കഴിഞ്ഞോളാം. പട്ടിണിയെങ്കിൽ പട്ടിണി. ഇവിടുത്തെ ഭിക്ഷയേക്കാൾ ഭേദം അതാ. ഇനി ചോദിച്ചാൽ ഞാൻ പറയും, എന്നെ അമ്മയെ ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കോളാന്ന്. ശരിയാ, പക്ഷെ വിട്ടില്ലെങ്കിലോ ഗംഗേ? ഞാൻ പോകും. വിമല മേനോന്റെ കോട്ട ഇതിലും ബന്ധവസായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടാമെങ്കിൽ SI ബാഹുലേന്റെ വീട് ഒന്നുമല്ല. നേരെ ചെന്ന് വാര്യരങ്കിളിനെ കാണും. അങ്കിളിന്റെയും വേണ്ടി വന്ന പഞ്ചായത്ത് മെമ്പറുടെ സഹായത്തോടെ അമ്മയെ ഞാൻ കൊണ്ടുപോകും. നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്യും. മോളെ, ഞാൻ ഒറ്റയ്ക്ക് കുറെ യാത്ര ചെയ്തതാ ഗീതേച്ചി. പലപ്പോഴും ഭയം കൊണ്ട് ശരീരം വരച്ചിട്ടുണ്ട്. വിശപ്പ് കാരണം കണ്ണു കാണാതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാളത്തിൽ ഒരുപോലെ കണ്ണടയ്ക്കാതെ രാത്രി മുഴുവൻ ഒളിച്ചിരുന്നിട്ടുണ്ട്. അഭയാർത്ഥിയെ പോലെ കയറി ചെന്നപ്പോ എത്ര തവണ ഗിരിയുടെ അമ്മ ആട്ടിയിറക്കി വിട്ടു. എന്റെ മുഖത്തടിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് നിങ്ങളുടെ അവസ്ഥ കണ്ടപ്പോ ഞാൻ അനുഭവിച്ചതൊന്നും ഒന്നും അല്ലെന്ന് തോന്നി. പേടിച്ച് പതറി നിന്നപ്പോഴാ തിരിച്ചടി കിട്ടിയത്. ഇനി അതിന്റെ ആവശ്യമില്ല. ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട ആവശ്യമില്ല. അമ്മയുടെ ചികിത്സയ്ക്കും ഞങ്ങളുടെ ചെലവിനുള്ളത് കയ്യിലുണ്ട്. അതൊരു ധൈര്യം. നിന്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോ എനിക്കൊരു ധൈര്യം തോന്നുക. ഗീതേച്ചിയുടെ കാര്യം ഓർത്തിട്ടാ സത്യത്തിൽ എനിക്ക് വിഷമം. ഞങ്ങൾ പോയാലും ചേച്ചിക്ക് ഈ നരകത്തിൽ തുടരണ്ടേ? അത് സാരമില്ല. ഇവിടുത്തെ രീതികൾ എനിക്ക് ശീലമായി കഴിഞ്ഞു. ഇതിനപ്പുറം ഞാൻ ഇനി എന്തനുഭവിക്കാനാ? അതുകൊണ്ട് എന്റെ കാര്യം ഓർക്കണ്ട. ഞാനിവിടെ പിടിച്ചു നിന്നോളാം. നീയും അമ്മയും നന്നായിരിക്കുന്നു എന്നറിയുന്നതാ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. അമ്മയുടെ അസുഖം ഭേദമായിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാൻ.
ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിലെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. എന്തായാലും ഇവിടുന്ന് പുറത്തു കിടക്കണം. ഞാൻ എന്തായാലും ഇന്ന് തന്നെ ബാഹുലേൻ അങ്കിളിനോട് സംസാരിക്കാൻ പോവാ. വിരുന്നുകാരൊന്നും പോയിട്ടില്ല. എന്താണാവോ ചർച്ച? അയാൾക്ക് മതം പൊട്ടി നിൽക്കുവാണോ? അല്ല, ഇങ്ങനെ ഉണ്ടൊരാള്. അയാള് പറയുന്നത് പോലെ നാളെയോ മറ്റന്നാളോ എങ്ങനെ രജിസ്റ്റർ മാരേജ് നടത്തും? ചായയും കൊണ്ട് അവളെ അവിടം വരെ എത്തിക്കാൻ വിട്ട പാടി എനിക്കേ അറിയൂ. അല്ല, ഒരു തഞ്ചോ തരമൊക്കെ വേണ്ട ഏത് കാര്യത്തിനും. അല്ല, ഗംഗയുടെ സ്വഭാവത്തെ പറ്റി നിങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തേ. പുള്ളിക്കാരൻ ഇങ്ങനെ പിരിയളവെന്ന് ഞാനും വിചാരിച്ചില്ല. ഇതൊരുമാതിരി ഗ്രഹണം പിടിച്ച പിള്ളേരെ ചക്കക്കൂട്ടാ കണ്ട പോലെ ഇത്രയും പെട്ടെന്ന് രജിസ്ട്രാർ ഏർപ്പാടാക്കുമെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോ എല്ലാം റെഡിയാക്കി മണിയറെ ഒരുക്കി നിൽക്കുകയല്ലേ. അതെ, ഇങ്ങനെ പോയാൽ ഉദ്ദേശമൊന്നും നടക്കില്ലെന്ന് അയാളൊന്ന് പറഞ്ഞു മനസ്സിലായിക്കൂടെ? പിന്നെ മറ്റൊരു കാര്യമുണ്ട് സൗദാമിനി, നമ്മൾ ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും ഗംഗയെ മെരുക്കിയെടുക്കുക എന്നുള്ളത് ഒരു പണി തന്നെ. നേരെ ചൊവ്വേ നടക്കില്ല. അവള് വഴങ്ങില്ല. തന്ത്രപൂർവം കെണിയിൽപ്പെടുത്തുകയെ നിവൃത്തിയുള്ളൂ. അത് ഇന്നായാലും നാളെയായാലും കുറച്ച് ദിവസം കഴിഞ്ഞാലും പണി തന്നെ. അല്ലെന്ന് തോന്നുന്നുണ്ടോ? ചന്ദ്രദാസ് ആർത്തിയുടെ മൂർത്തിയാണെങ്കിലും അയാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു. അതൊരു പോയിന്റ് ആടി. അതെന്താ? സംബന്ധം നീട്ടിക്കൊണ്ടുപോയാൽ ഗംഗ ഇവിടുന്ന് കടന്നു കളയാൻ സാധ്യതയുണ്ടെന്ന് ചന്ദ്രദാസ് പറഞ്ഞില്ലേ? അത് തന്നെ. അത് ഗീതയും തള്ള ഇവിടെ ഉള്ളപ്പോഴോ? കല്യാണത്തിലേക്കാണ് നമ്മൾ വഞ്ചി അടുപ്പിക്കുന്നതെന്ന് തോന്നിയാൽ അവൾ അവരെയൊക്കെ അങ്ങ് മറക്കും. അടച്ചിടാൻ പറ്റത്തില്ലല്ലോ. എത്ര കാവലിരുന്നെന്ന് പറഞ്ഞാലും ചാടണമെന്ന് തോന്നിയാൽ പെണ്ണ് പുറത്ത് ചാടും. അങ്ങനെ സംഭവിച്ചാ പിന്നെ സൗദാമിനി കാണുന്നത് എന്റെ ബോഡി ചന്ദ്രദാസ് ആംബുലൻസിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്നതായിരിക്കും. നമ്മൾ മുൻകൂട്ടി മഴുവെറിയണം. ഏത് പൂട്ടും പൊളിച്ച് പുറത്തേ ചാടാനുള്ള സാമർഥ്യമുണ്ട് ഗംഗയ്ക്ക്. നിമിഷ നേരം കൊണ്ട് അവൾ സ്ഥലം വിടും. അവിടെ എവിടെയും കുറെ കറങ്ങിയതല്ലേ, അതിന് അവസരം കൊടുക്കരുത് അവക്ക്. ആക്രാന്തക്കാരനാണെങ്കിലും ചന്ദ്രദാസ് പറഞ്ഞ പണി ചെയ്യുന്നതാ നമുക്ക് ബുദ്ധി. കല്യാണം നടത്താനോ? അതെ, 2-3 ദിവസത്തിനുള്ള നടത്തണം. ഏത് വിധേനയും ഗംഗയും കൊണ്ട് പുറത്തുപോയി ചന്ദ്രദാസ് പറയുന്നിടത്ത് ചെന്ന് രജിസ്റ്റർ മാരേജ് നടത്തണം. അതത്ര എളുപ്പമല്ലെന്നറിയാലോ. പക്ഷേ നമ്മുടെ നിലനിൽപ്പിന് ചെയ്തേ പറ്റൂ. ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞാൻ അറിയിക്കാം. നിങ്ങൾ രജിസ്റ്റർ ബുക്കും ആവശ്യമായ പേപ്പറുകളുമായി വന്നാൽ മതി. സ്ഥലം ഞാൻ ഏർപ്പാട് ചെയ്യാം. അതിപ്പോ എവിടെയായാലും എന്താ. പിന്നെ ആ സീലും ഇങ്ക് പാഡും കിടിപിടിയൊക്കെ എടുക്കാൻ മറക്കരുത്. എന്താ ഇടോ രജിസ്ട്രാറെ, CI ചന്ദ്രദാസ് ആണ് പറയുന്നത്. പിന്നെന്താ ഒരു ധൈര്യക്കുറവ്? നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇതൊരു കല്യാണം രജിസ്റ്റർ ആക്കുന്ന കാര്യമല്ലേ, അല്ലാതെ കൊട്ടേഷൻ ഇടപാടൊന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും ഞാൻ പോലീസ് ആയതുകൊണ്ട് ഒന്നും തടയില്ലെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. മാരേജ് രജിസ്റ്റർ ആക്കി കഴിഞ്ഞാൽ ഒരു കവർ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കും. നിങ്ങൾ ഹാപ്പി ആകും. ശരി ശരി. അപ്പൊ ഓക്കെ, ഞാൻ തീയതി സമയവും സ്ഥലവും അറിയിക്കാം. ഓക്കെ. രജിസ്ട്രാർക്ക് ഒരു മുട്ടെടുപ്പ്. അയ്യോ, അപ്പൊ അയാള് വരില്ലേ? വരാതെ പിന്നെ ഞാൻ പറയുന്നിടത്ത് വന്ന് കല്യാണം രജിസ്റ്റർ ചെയ്ത് തരും. എന്ന് നടത്താനാ ചന്ദ്രേട്ടൻ ഉദ്ദേശിക്കുന്നത്? നാളെ തന്നെ ബാഹുലേനും വൈഫും കൂടി തീരുമാനിക്കട്ടെ. ഇന്ന് കെട്ടാനും ഞാൻ റെഡിയാ. അത് ഈ മുഖം കണ്ടാലോ അറിയാം. ആ കൊച്ചിനെ നോക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ച് തന്നെ പിടിച്ചങ്ങ് കെട്ടൂന്ന്. ഞാനൊരു സൗന്ദര്യ ആരാധകനായി പോയി. എന്ത് ചെയ്യാം. ആട്ടെ, കാദംബരിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എന്തിനാണെന്ന് അറിയാവോ? ചന്ദ്രേട്ട ഒരു കൂട്ടിന് അമ്മായിയുടെ മോളായിട്ട് വന്നാലേ ഞാൻ. അതിന് പറ്റിയ പാർട്ടി. കൂട്ടും കൂടക്കിടപ്പൊക്കെ അവിടെ. ഇവിടെ നിനക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിയോ? നീ അകത്തോട്ട് ചെല്ലണം, ഗംഗയെ കാണണം. എന്നിട്ട് ഡാവിന് അവളുടെ മനസ്സിൽ പറയണം. അങ്ങോട്ടധികം വർത്താനം വേണ്ട, അവളിൽ നിന്ന് ഇങ്ങോട്ട് കാര്യങ്ങൾ പിടിച്ചെടുക്കണം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം,
അവളുടെ കാമനുണ്ടല്ലോ ഗിരി, അവനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. അതെന്താ? ആ, അവന്റെ കാര്യം അവൾ ഓർക്കുകയരുത്, നമ്മളായിട്ട് ഓർമ്മിപ്പിക്കരുത്. മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയേണ്ടത്. സംസാരിക്കുന്ന കൂട്ടത്തിൽ വളരെ സ്വാഭാവികമായിട്ട് എന്നെ കുറിച്ച് പറയണം. അതായത് എന്റെ ഗുണങ്ങളെ കുറിച്ച് വർണ്ണിക്കണമെന്ന്. മനസ്സിലായോ? ഇല്ലാത്ത കാര്യങ്ങൾ പറയണമെന്ന് ചുരുക്കം. ഒരു ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ, നീ മറ്റന്നാളെ കണ്ണുറക്കൂ. സൂക്കരെടുക്കാതെ ചെന്നേ. 1, അവളുടെ മനസ്സറിയണം. 2, ഗിരിയെപ്പറ്റി മിണ്ടാനേ പാടില്ല. 3, കല്യാണം കഴിക്കാൻ പ്രേരിപ്പിക്കണം. ഒപ്പം എന്റെ കാര്യവും സൂചിപ്പിക്കണം. ചെല്ലു. വൈകുന്നേരം വരെ കാത്തിരിക്കുന്ന എന്തിനാ? സർക്കിളും ഭാര്യയും പോയി കഴിഞ്ഞ് ഞാൻ അങ്കിളിനോട് ഇക്കാര്യം സംസാരിച്ചല്ലോ എന്ന് ആലോചിക്കുക. അപ്പോ ഇന്ന് തന്നെ അമ്മയും കൊണ്ട് മുല്ലമുറ്റത്തേക്ക് പോവാലോ. ഈ വന്ന പാർട്ടി പോയോ ഇല്ലേന്ന് നോക്കാം. വാ. ചന്ദ്രദാസിനെ കാണുമ്പോ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ മണമടിക്കില്ലേ? പതിവില്ലാതെയുള്ള നമ്മുടെ നീക്കങ്ങൾ കാണുമ്പോൾ ഗംഗയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ എന്നാണ് എന്റെ പേടി. ഗംഗയെ കല്യാണത്തിനായി സ്പോട്ടിലെത്തിക്കേണ്ടത് ബാഹുലേന്റെ ഉത്തരവാദിത്വമാണ്. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ, കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ, കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവണ്ടോതിയ കഥയാണീ.